RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ എല്ലാവർക്കും ഹൃദയം നിറയുന്ന ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെയ്ത പോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഓരോ റൗണ്ട് മത്സരങ്ങളെ കുറിച്ചും വിലയിരുത്താണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങി ഗംഭീരമായ തുടക്കം തന്നെയാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഒരുപിടി ടീമുകൾ കിടിലം പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഒരുപിടി ടീമുകൾ വളരെ ദയനീയമായ പെർഫോമൻസിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ നടത്തിയ പോലെ ഓരോ റൗണ്ട് മത്സരങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തും. അവർ ഏത് ടീമുകളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ കൂടുതൽ ചാൻസ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടേബിളിലേക്ക് പോകാം. ടേബിളിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് നോക്കാൻ പറ്റും. ഇത് ഒരു എന്താ പറയുക, ആദ്യ മത്സരം കഴിഞ്ഞിട്ട് ഈ ടേബിളിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. കളി കഴിയുമ്പോൾ ചിലപ്പോൾ 38 റൗണ്ട് മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് വേറെ തന്നെ ആയിരിക്കും എഫക്റ്റ് വരാൻ പോകുന്നത്. ആരൊക്കെയാണ് മുകളിൽ ഉണ്ടാവുക, ആരൊക്കെയാണ് താഴെ റിലേഗേഷൻ സോണിൽ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് 3 ടീമുകളാണ് ഇപ്രാവശ്യം പ്രൊമോഷൻ കിട്ടിയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വന്നിരിക്കുന്നത്. ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 ടീമുകൾ, ഒന്ന് കൊവൻട്രി സിറ്റിയാണ്, അടുത്തത് വന്നിട്ടുള്ളത് ഹൾ സിറ്റിയാണ്, മൂന്നാമത്തെ ടീമായിട്ടുള്ള വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇപ്സ്വിച്ച് ടൗൺ ആണ്. ഇങ്ങനെ 3 ടീമുകളാണ് റിലേഗേഷൻ സോണിൽ നിന്ന് കഴിഞ്ഞ ആ ഒരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ടേബിളിലേക്ക് വരികയാണെങ്കിൽ 9 ടീമുകളാണ് 3 പോയിന്റുമായിട്ട് ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ബ്രൈറ്റൺ, ആഴ്സണൽ, ബേൺഫോർഡ്, എവർട്ടൺ, ഹൾ സിറ്റി, ചെൽസി, ഇപ്സ്വിച്ച് ടൗൺ, മാഞ്ചസ്റ്റർ സിറ്റി, ലീഡ്സ് യുണൈറ്റഡ് തുടങ്ങിയ ടീമുകളാണ് 3 പോയിന്റ് കരസ്ഥമാക്കി. പിന്നെ ന്യൂകാസലും ലിവർപൂളും ആകെ നടന്ന ഒരു സമനില മത്സരമാണ്. രണ്ടുപേരും ഓരോ പോയിന്റ് പങ്കിട്ടു. ബാക്കിയുള്ള ടീമുകളൊക്കെ ഇതുവരെ തോൽവി അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നടന്ന മത്സരങ്ങളെ കുറിച്ച്, ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നടന്ന മത്സരം എന്ന് പറഞ്ഞാൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ആഴ്സണലിന്റെ മത്സരം. ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ കവൻട്രി സിറ്റിയെ ആഴ്സണൽ 3-0 പരാജയപ്പെടുത്തിയിട്ട് കഴിഞ്ഞ സീസണിൽ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെയാണ് ആർട്ടറ്റയും പിള്ളേർ തുടങ്ങിയിരിക്കുന്നത്. എമ്മാതിരി എനർജി, എമ്മാതിരി കളി. ആഴ്സണലിന് വേണ്ടിയിട്ട് എവേർട്സും ഒഡിഗാർഡും അതേപോലെ തന്നെ സാക്കയുമാണ് 3 ഗോൾ അടിച്ചത്. 49 മിനിറ്റ് ആകുമ്പോഴേക്കും 3 ഗോളുകൾ അടിച്ച് ആഴ്സണൽ അവരുടെ വില പറിച്ചിരിക്കുന്നത്. കിടിലം പെർഫോമൻസ്, അവരുടെ ഡിഫൻസ് ആയിക്കോട്ടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീസണിലും ആഴ്സണൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ ആർട്ടറ്റയും പിള്ളേരും ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലീഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും FA കപ്പും കരബാവ് കപ്പും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ലീഗ് മത്സരങ്ങളും 38 ലീഗ് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കാം. അപ്പൊ ഈ ഒരു ഫോം തുടരണം. കഴിഞ്ഞ സീസണിൽ അവസാനം വരെ എല്ലാ ലീഗുകളും തൂക്കുന്നു. ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ കരബാവ് കപ്പും FA കപ്പും എല്ലാം തൂക്കുന്നു വിചാരിച്ച ആവശ്യമില്ലായിരുന്നു. പക്ഷെ പണി അവസാനം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്രം അവസാനിപ്പിച്ചു. എന്നാലും അവരുടെ കുറെ കാലത്തെ കാത്തിരിപ്പിന്റെ ഒരു വിരാമമായിട്ട് ആ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം തൂക്കാൻ കഴിഞ്ഞു. ഈ സീസൺ തുടക്കം തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡാണ്. അത് അവരുടെ എന്താ പറയുക, ഒരു ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ പിന്നെ ഒരു മെന്റാലിറ്റി മാറും. എന്താ പറയുക, ആഴ്സണലിൽ ഇല്ലാതിരുന്ന കുറെ കാലമായിട്ട് ഇല്ലാതിരുന്ന ഒരു മെന്റാലിറ്റിയാണ് ആ ഒരു വിന്നിങ് മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഇല്ലാതിരുന്നു. അത് ഒരു ചാമ്പ്യനായി. ഏത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ച് അടുത്ത കമ്മ്യൂണിറ്റി ഷീൽഡ് ഒറ്റ മത്സരത്തിൽ സിറ്റിയെ അങ്ങോട്ട് നിലം പലിശാക്കിയിട്ടാണ് അവര് ആ ഒരു ഷീൽഡ് തൂക്കിയത്. അപ്പൊ തന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. ഇനി ഈ സീസണിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി ആ ഒരു ഷീൽഡിൽ നിന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ, സ്റ്റാറ്റ്സ് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടൊക്കെയുള്ള മത്സരം എന്ന് പറയാം. 19 ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്ത, 6 ഓൺ ടാർജറ്റുകൾ. അവിടെ നോക്കി കഴിഞ്ഞാൽ 4 ഷോട്ടുകൾ, അതിലൊന്ന് മാത്രം ഓൺ ടാർജറ്റിലേക്ക് വന്നപ്പോൾ 65% ആഴ്സണൽ ഭാഗത്ത് പൊസിഷൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ 35% മാത്രം ഉണ്ടായിരുന്ന 590 പാസുകൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തു. അവിടെ 341 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു. 93% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 79%. 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 13 ഫൗളുകളായിരുന്നു. ഒരു യെല്ലോ കാർഡ് 2 ടീമിന് കിട്ടിയിരുന്നു. 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട് ആഴ്സണലിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ. അവിടെ 2 കോർണേഴ്സ് മാത്രമാണ്. അവിടെ ലാംബാർഡിന്റെ ഒരു ക്ലബ്ബാണ്. ആള് ഈ ഒരു സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആഴ്സണൽ പോലെ ടീമിനെടുത്ത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കാനൊക്കെ നോക്കി. പക്ഷേ 3 ഗോൾ ഫസ്റ്റ് ഹാഫിൽ പിന്നെ വഴങ്ങി അവർ. ഇനി എന്തൊക്കെയാണ് ആ ഒരു 3 ടീമുകൾക്ക് സംഭവിക്കാൻ, നമുക്ക് ഈ സീസണിൽ ചിലപ്പോൾ അവർ റിലേഷൻ സോണിൽ പോകാൻ, ചിലപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം സണ്ടർലാൻഡും അതേപോലെ തന്നെ അങ്ങനെയുള്ള ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയാൽ, ലേസർ സിറ്റിയൊക്കെ വന്നിട്ട് അങ്ങനെ സംഭവിച്ച പോലെ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് ഹൾ സിറ്റി. ഹൾ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ 2-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദയനീയമായി പരാജയപ്പെടുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ ഇവർ അത്രയും ഹൈപ്പ്, അവസാനം മൈക്കിൾ കാരിക്കിന്റെ കീഴിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഈ സീസണിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ വന്നു. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി. അങ്ങനെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അവസാന സീസണിന് അവസാനമായിട്ട് കോച്ചൊക്കെ മാറിയ ശേഷം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അത് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും നെട്ടിക്കുന്ന ഒരു തുടക്കമായിരുന്നു ഹൾ സിറ്റിയുടെ ഭാഗത്ത് നിന്ന്. ഹൾ സിറ്റി അവരുടെ ഹോം ഗ്രൗണ്ടിൽ ശരിക്കും എൻജോയ് ചെയ്ത് കളിച്ചു എന്ന് പറയാം. 2 ഗോളിന് മുന്നിൽ പോകുന്നു ആദ്യം തന്നെ. പിന്നെ അവര് അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസ് ചെയ്യുന്നു. ഗംഭീര ഗോൾ കീപ്പിംഗ്, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഹൾ സിറ്റി വിലപ്പെട്ട 3 പോയിന്റ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പുതിയ ടീമാണ്, അവര് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ്.
അപ്പോൾ അവരുടെ മുന്നിൽ അവരുടെ കളിയൊക്കെ എമ്മാതിരി എനർജി എന്ന് അറിയോ. ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് സിക്സിലുള്ള ഒരു ടീമിനെ പോലെയുള്ള കളികൾ. പക്ഷേ ഈ ഒരൊറ്റ കളി കൊണ്ട് അവർ വിലയിരുത്താൻ പറ്റില്ല. അവരുടെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ സീസണിൽ എന്തായിരിക്കും? കഴിഞ്ഞ സീസണിൽ ആകെ 40 മത്സരം എന്താ കളിച്ചിട്ടുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒഴിച്ചാൽ FA കപ്പ് ഒന്ന് പെട്ടെന്ന് പുറത്തായി, കരബാവ് കപ്പ് ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നില്ല, യൂറോപ്പ ലീഗ് പെട്ടെന്നായിരുന്നു പരിപാടികൾ. അപ്പോൾ അതൊക്കെ നോക്കിയ സ്ഥിതിക്ക് അവര് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം കഴിഞ്ഞ സീസൺ കളിക്കും. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല. ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ, FA കപ്പ് ഉണ്ട്, കരബാവ് കപ്പ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഉണ്ട്. ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് ഒരുപാട് മത്സരങ്ങളാവും. ഈ ഒരു സ്ക്വാഡും വെച്ച് മൈക്കൽ കാരിക്ക് എക്സ്പീരിയൻസ് മാത്രം അത്രമാത്രം ഉള്ളൊരു കോച്ചല്ല. എന്താണ് യൂറോപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോ അല്ലെങ്കിൽ FA കപ്പ്, കർബാവ് കപ്പൊക്കെ നേടാൻ നോക്കുക, അല്ലെങ്കിൽ യൂറോപ്പ ലീഗ്, നമ്മുടെ സ്വന്തം യൂറോപ്പ ലീഗിലേക്ക് പോകാന്നുള്ളതായിരിക്കും തോന്നുന്നുണ്ട്. പക്ഷേ പൊരുതി നോക്കാനുള്ള ഒരു കളിയൊന്നും ഇന്നലെ ഹൾ സിറ്റിക്കെതിരെ കണ്ടില്ല. അത്രയും എന്താ പറയുക, അറ്റാക്കിങ്ങിലൊക്കെ ഓക്കെ, ഡിഫൻസിലൊക്കെ എന്തൊക്കെയാ കാണിക്കാം. മാഗ്വയറെ, എന്റെ ഒരു ചങ്ങായി, നിങ്ങൾ ചില സമയത്ത് ഈ ബുദ്ധി ശൂന്യമായി പോവാന്ന് പറയില്ല, അങ്ങനെ ബോമയെ ചങ്ങായിനെ പിടിച്ചു നിർത്തിയിട്ട് ഡിഫൻസിന്റെ അവർക്ക് വഴിയൊരുക്കി കൊടുക്കണം ആ ഗോളിന്. അതാണ് സോഷ്യൽ മീഡിയ ഫുള്ള് ട്രെൻഡ് ആയിട്ടുള്ളത്. കളി ഒരുപാട് അവസരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയിരുന്നു. യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്നിട്ട് എന്താ പറയാ, ഫിനിഷിംഗ് ഇല്ലായ്മ, അതേപോലെ തന്നെ എന്താ പറയാ, എന്തൊക്കെയൊക്കെ മിസ്സിംഗ് ഉണ്ട്. അങ്ങനെ 2-0 പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്നും പോകണം. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും മോശമായിട്ടുള്ള സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വിചാരിക്കേണ്ട. സ്റ്റാറ്റ്സ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടി. 8 ഷോട്ടുകളാണ് നമ്മുടെ ഹൾ സിറ്റി എന്ന് പറയുന്ന ടീം എടുത്ത്. അതിൽ 4 ഓൺ ടാർഗറ്റ്, അതിൽ 2 ഗോളാക്കി മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. 20 ഷോട്ടുകൾ എടുത്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിൽ 6 ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു. 28% മാത്രമേ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ 2 ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ഡിഫൻസ് ആയിട്ട് ബസ് പാർക്ക് ചെയ്തിട്ട് ഒരു വഴിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഒരു ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് വിട്ടില്ല. ഇട്ട് കഴിഞ്ഞ ബോളുകൾക്ക് ആ ഗോൾ കീപ്പർ സിമ്പിളായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 72% പൊസിഷൻ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. 228 പാസുകൾ മാത്രമാണ് 90 മിനിറ്റിൽ ഹൾ സിറ്റി ടച്ച് ചെയ്ത്. അവിടെ ആണെങ്കിൽ 635 പാസുകൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചിലപ്പോൾ ഈ അടുത്ത കാലത്തുള്ളതിലൊക്കെ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. പക്ഷേ പാസുകൾ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഓൺ ടാർഗറ്റ് കൂടിയത് കൊണ്ടോ വെച്ച് കാര്യമില്ല. ഗോൾ അടിക്കണം. ഗോൾ ലൈൻ, ആ ഒരു ലൈൻ കടന്ന് ബോൾ ഉള്ളിലേക്ക് പോയി വലയെ ചുംബിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. 74% പാസിംഗ് അക്യൂറസി ഉണ്ട്. അവിടെ 90% പാസിംഗ് അക്യൂറസി ഉണ്ട്. 2 യെല്ലോ കാർഡും 1 യെല്ലോ കാർഡും. ഫൗളുകൾ കമ്മിറ്റ് ചെയ്താണെങ്കിൽ ഹൾ സിറ്റി 10ഉം അവിടെ 9ഉം ചെയ്തിട്ടുണ്ടായിരുന്നു. 6 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണ് മൈക്കൽ കാരിക്കിന്റെ പിള്ളേർക്ക് പറയാനുള്ളത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് എന്താ പറയാനുള്ളത്? നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സീസണിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുമോ? കഴിഞ്ഞ സീസണിൽ ആ ചങ്ങായുടെ മുടി വെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ സീസണിൽ നല്ല പരിപാടിയായിരുന്നു. എന്താ പറയുക, 2 മത്സരം ഓൾറെഡി കഴിഞ്ഞ സീസണിൽ അവസാനം വിജയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 മത്സരങ്ങളും വളരെ ദൗർബല്യമായ ടീമുകളായിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കുഴപ്പമുണ്ട്. അവർ ഏത് ചെറിയ ടീമിന്റെ കൂടെ തോക്കും ചെയ്യും, ഏത് വലിയ ടീമിനെ പോയി അടിച്ച് നിരപ്പാക്കിയിട്ട് വരും ചെയ്യും. അത് കഴിഞ്ഞ സീസണിൽ കണ്ടാണ് ചെൽസിയും ലിവർപൂളും സിറ്റിയും ആഴ്സണലും എല്ലാവരെയും തോൽപ്പിച്ചിട്ടും സമനിലേക്കായിട്ടാണ് അവർ മറ്റുള്ള ചെറിയ ചെറിയ ടീമുകളിലേക്കാണ് അവർ പരാജയപ്പെടുക. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറെ കാലമായിട്ടുള്ള പരിപാടി ഇതാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ എവർട്ടൺ വിസസ് ക്രിസ്റ്റൽ പാലസ് ആയിരുന്നു. എവർട്ടന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ എവർട്ടൺ 2-0 ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തി. ഗംഭീര കളിയായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് മാത്രം എവർട്ടന് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സോറി, എവർട്ടൻ അല്ല, ക്രിസ്റ്റൽ പാലസിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. 16 ഷോട്ടുകളാണ് അവർ ഉതിർത്തത്. ആര്? എവർട്ടൺ. അതിൽ 5 ഓൺ ടാർഗറ്റിലേക്കായി. അവിടെ നോക്കുകയാണെങ്കിൽ 11 ഷോട്ടുകൾ, അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റിലേക്കായിട്ട്. 42% മാത്രം എവർട്ടന്റെ ഭാഗത്ത് പൊസിഷൻ ഉണ്ടായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ 58% പൊസിഷൻ ഉണ്ടായിരുന്നു. 405 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 561 പാസുകൾ ക്രിസ്റ്റൽ പാലസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 85% പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 88% പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. 5 ഫൗളും 15 ഫൗളുകൾ ക്രിസ്റ്റൽ പാലസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 കോർണേഴ്സ് ക്രിസ്റ്റൽ പാലസ്, 1 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കളി അവസാനിക്കുകയാണ്. ഗംഭീര മത്സരമായിരുന്നു. പക്ഷേ 2-0 എവർട്ടൺ വിജയിച്ചു. അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതിയതായി പ്രൊമോഷൻ കിട്ടി വന്ന ഇപ്സ്വിച്ച് ടൗൺ വിസസ് സണ്ടർലാൻഡ് ആണ്. 2-1 സണ്ടർലാൻഡിനെ പരാജയപ്പെടുത്തി. അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് മുതലാക്കിയിട്ട് അവർ 2-1 സണ്ടർലാൻഡിനെ പരാജയപ്പെട്ടു. സണ്ടർലാൻഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ 11-10 സമനിലകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 38 മത്സരങ്ങളിൽ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 38 മത്സരങ്ങളിൽ നിന്ന് 11-12 മത്സരങ്ങളാണ് സമനിലയിൽ അവർ കുടുങ്ങുക എന്ന് പറയാം, അല്ലെങ്കിൽ കുടുക്കിയെന്നും പറയാം. പല വമ്പന്മാരെയും ആ സമനിലയിൽ കുടിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ഓരോ പോയിന്റ് കിട്ടി. അതുകൊണ്ട് മാത്രം കഴിഞ്ഞ സീസണിൽ 8ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്തോ അങ്ങനെയാണ് സണ്ടർലാൻഡ് ഫിനിഷ് ചെയ്തത്. ഞാൻ വിചാരിച്ചൊരു ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയെങ്കിലും നേടുന്നു ചോദിച്ചു. അങ്ങനെ അമ്മാതിരി പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പോരാട്ട വീര്യം നല്ല ഗംഭീരമായിരുന്നു. പക്ഷേ ഈ സീസൺ തുടക്കം തന്നെ അവർ 2-1 പരാജയപ്പെട്ടിട്ടുണ്ട്. സമനിലേക്കാവുമെന്ന് വിചാരിച്ചാൽ പക്ഷേ ആ ഒരു മത്സരം 2-1 പിരിഞ്ഞു. അവരുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്സ്വിച്ച് ടൗൺ 7 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 ഓൺ ടാർഗറ്റിലേക്ക് ആയപ്പോൾ അവിടെ 8 ഷോട്ട് എടുത്തിട്ടുണ്ടായത്, 3 ഓൺ ടാർഗറ്റിലേക്കാണ് സണ്ടർലാൻഡിന്റെ ഭാഗത്ത്. 37% ബാളും പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണെങ്കിൽ 63% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 280 പാസുകൾ ഇപ്സ്വിച്ച് ടൗൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സണ്ടർലാൻഡ് നോക്കുകയാണെങ്കിൽ 493 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത്, 78% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെയാണ് 87% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഫൗളുകൾ കമ്മിറ്റ് ചെയ്ത് 12ഉം അവിടെ 4ആണ്. കോർണേഴ്സ് വിൻ ചെയ്ത് 3ഉം 5ആണ്. എല്ലാ നിലയും നോക്കിക്കഴിഞ്ഞാൽ സണ്ടർലാൻഡ് വിജയിച്ചു തന്നെ ഈ സ്റ്റാറ്റസ് കണ്ടവർക്ക് പറയാൻ പറ്റും. പക്ഷെ കളി ഇതാണ്, എല്ലാ കളിയും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ വെക്കുന്നവരെല്ലാം വിജയിക്കുന്നത്. ഗോള് സ്കോർ ചെയ്യുക, ഷോട്ട് ഓൺ ടാർഗറ്റിൽ ആ ഗോള് വലയിലെ ഉള്ളിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ നത്തിങ്ഹാം ഫോറസ്റ്റ് വിസസ് ലീഡ്സ് യുണൈറ്റഡ് ആണ്. നത്തിങ്ഹാം ഫോറസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡ് 1-0 വിജയിക്കുകയാണ്. ഈ കളി ഓഗസ്റ്റ് 22-ാം തീയതി കഴിഞ്ഞു. ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ EFL കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും. അപ്പോൾ പകരം വിട്ടാനുള്ള ഒരു അവസരമാണ് ലീഡ്സ് യുണൈറ്റഡിനെതിരെ നത്തിങ്ഹാം ഫോറസ്റ്റിന്. അവരുടെ നമ്മുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 9 ഷോട്ടുകളാണ് നത്തിങ്ഹാം ഫോറസ്റ്റ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ഓൺ ടാർഗറ്റ് ലീഗായപ്പോൾ അവിടെ 7 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, 3 ഓൺ ടാർഗറ്റ് ലീഗായിരുന്നു. 54% പൊസിഷൻ നത്തിങ്ഹാം ഫോറസ്റ്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അവിടെ ലീഡ്സ് യുണൈറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ 46% പൊസിഷൻ ഉണ്ടായിരുന്നു. 398 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 286 പാസുകൾ കംപ്ലീറ്റ് ചെയ്ത് 75% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 75% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 15 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ 14 ഫൗളുകൾ ലീഡ്സ് യുണൈറ്റഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡ്, 1 യെല്ലോ കാർഡാണ്. കോർണേഴ്സ് 3ഉം 2ആണ് വിൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം സമമായിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്സുകളും അണിനിരുന്നു. പക്ഷെ ഗോൾ സ്കോർ ചെയ്ത് ലീഡ്സ് യുണൈറ്റഡ് ഒറ്റ ഗോളിന് അവർ മുന്നോട്ട് പോയി അടുത്ത 3 പോയിന്റ്, വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിസസ് ബേൺഫോർഡ് ആയിട്ടുള്ള മത്സരം. ബേൺഫോർഡ് 3-0 ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ പഞ്ഞി കിട്ടുന്നു പറയാം. കഴിഞ്ഞ 2 സീസണുകളായിട്ട് 16ഉം 17 സ്ഥാനങ്ങളിലായിട്ട് കഷ്ടിച്ച് റെലഗേഷൻ സോണിൽ രക്ഷപ്പെട്ടു. ഒരുപാട് മില്യൺസ് കഴിഞ്ഞ സീസണിലും ഈ സീസണിലായിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ മുടക്കിയിട്ടാണ്, ട്രാൻസ്ഫർ വിൻഡോയിൽ മുടക്കിയിട്ടാണ് അവരൊരു പുതിയ ഇപ്പോൾ സബീനിയോനെയൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സൈനികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവർക്ക് പറ്റുന്നത്? എന്താ പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 6ൽ നിൽക്കേണ്ട ഒരു ടീമാണ്. പക്ഷേ 2 സീസണായിട്ട് അവർ 16ഉം 17 സ്ഥാനങ്ങൾ കഷ്ടിച്ച് റെലഗേഷൻ കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കളി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ബേൺഫോർഡിന്റെ എന്താ പറയുക, അഴിഞ്ഞാട്ടം തന്നെ പറയാം. 24 ഷോട്ടുകൾ, അതിൽ 8 ഓൺ ടാർഗറ്റിലേക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ 9 ഷോട്ടുകൾ, അതിൽ 4 മാത്രം ഓൺ ടാർഗറ്റിലേക്ക്. 40% മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആണെങ്കിൽ 59% പൊസിഷൻ ഉണ്ടായിരുന്നു. 342 പാസുകൾ ബേൺഫോർഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 464 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 83ഉം അവിടെ 89ആണ് ഉണ്ടായിരുന്നത്. 17 ഫൗൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടോട്ടൻഹാം 13 ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടീമിനും ഓരോ യെല്ലോ കാർഡ് കിട്ടി. 7 കോർണേഴ്സ് ബെൻഫോർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോർണേഴ്സ് കിട്ടിയത് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് 3. സ്പേഴ്സിന് എന്താണ് പറ്റിയത്? നമ്മൾ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അവർ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കൂടുതലാണ്. അതേപോലെ തന്നെ പാസുകൾ കൂടുതൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാസിംഗ് അക്യുറസി കൂടുതലായിരുന്നു. പക്ഷേ ഗോൾ സ്കോർ നോക്കുമ്പോൾ അവിടെ 0 ആണുള്ളത്. 3 ഗോളിന് ഗംഭീര വിജയമാണ് ബേൺഫോർഡ് കഴിഞ്ഞ സീസണിൽ നല്ല ഗംഭീര പെർഫോമൻസ് നടത്തിയാണ് ഈ സീസണിലും അതേപോലെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് മുതലാക്കി 3-0 അവരുടെ കാണികൾക്ക് മുന്നിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് വരാം. അടുത്ത മത്സരം നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റൺ വിസസ് ആസ്റ്റൺ വില്ല മത്സരം ഒരു ഗംഭീര മത്സരമായിരിക്കും എന്നുള്ള കാത്തിരുന്ന ആരാധകർക്ക് 30 മിനിറ്റ് ആകുമ്പോഴേക്കും കളി അവസാനിപ്പിച്ചു ബബ്രൈറ്റൺ. അവരുടെ പരിപാടി അവസാനിപ്പിച്ചു തന്നെ പറയാം. എന്താ പറഞ്ഞാൽ 30 മിനിറ്റ് ആകുമ്പോഴേക്കും 4 ഗോളുകളാണ് ആസ്റ്റൺ വില്ലയുടെ പോസ്റ്റിൽ നിറച്ചു കിട്ടിയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ബഹുമാനിക്കേണ്ടോ, കഴിഞ്ഞ വർഷത്തെ യൂറോപ്യൻ ചാമ്പ്യന്മാരല്ലേ, യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരല്ലേ അവര്. PSG-ക്കെതിരെ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സീസണിലും ഇവര് ആസ്റ്റൺ വില്ല ഗംഭീര, കഴിഞ്ഞ സീസണിൽ എന്താ 3-ാം സ്ഥാനത്താണ് അവസാനിപ്പിച്ചത്, അതേപോലെ ഗംഭീര 3-4 സ്ഥാനത്താണ് അവസാനിപ്പിച്ചതെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-4 എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയ ടീമാണ്. അവരുടെ ഇമാതിരി 30 മിനിറ്റുള്ള പഞ്ഞിക്കിടുക. അപ്പോൾ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ആസ്റ്റൺ വില്ലയ്ക്ക്. അതുകൊണ്ടാണ് ഈ 3 ഗോൾ 4 ഗോളുകൾ വഴങ്ങിയെന്നൊക്കെ പറയും ചില ആൾക്കാർ. പക്ഷേ 30 മിനിറ്റിനുള്ളിൽ തന്നെ 4 ഗോളുകളും റെഡ് കാർഡ് കിട്ടുന്നത് 40-ാം മിനിറ്റിലാണ്. അപ്പൊ എന്താ പറയാ, ഇത് ആസ്റ്റൺ വില്ലയുടെ എന്താ പറയുക, ഇവര് ഇമാതിരി പെർഫോമൻസ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി, അതേപോലെ തന്നെ യൂറോപ്പ ലീഗ് കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരാണ്. ഇപ്രാവശ്യത്തെ UEFA കപ്പ് PSG-യുടെ കൂടെ എന്താ പറയുക, ഞാൻ ആ കളി കണ്ടപ്പോൾ ആസ്റ്റൺ വില്ല PSG-യെ പരാജയപ്പെടുത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അമ്മാതിരി പെർഫോമൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടേക്ക് വരണം. അതിന്റെ ഇടയിൽ ഇവന്മാര് ചെയ്യുന്ന ഒരു പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സിനെ കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കിയിട്ട് പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ട്രോഫികളൊന്നും വേണമെന്നില്ല. പക്ഷെ എമറി എന്ന് പറയുന്ന ആ ഒരു കോച്ച്, ആ ചങ്ങായി യൂറോപ്പ ലീഗ് എന്ന് പറഞ്ഞാൽ ആ ചങ്ങായിയുടെ ഒരു കോൺഫിഡന്റ് ആണ്. ചങ്ങായി അവിടെ പോയി അത് അടിച്ചിരിക്കും. അയാൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവിടെ ഉള്ള പ്ലെയേഴ്സിനെ നിലനിർത്തിയാൽ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കാൻ പറ്റും. വളരെ ദയനീയമായ ബ്രൈറ്റന്റെ ഹോം ഗ്രൗണ്ട് പോയി PSG-യെ 2-1 പരാജയപ്പെട്ടു. അതിലും നമ്മൾ കളി കണ്ടവർക്ക് അറിയാം, ഒരു പക്ഷേ വിജയിക്കേണ്ട കളിയായിരുന്നു ആസ്റ്റൺ വില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഈ ബ്രൈറ്റനായിട്ടുള്ള മത്സരം കണ്ടപ്പോൾ ശരിക്കും എന്താണ് ആസ്റ്റൺ വില്ലയ്ക്ക് പറ്റുക, അമ്മാതിരി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റുള്ളിൽ 4 ഗോള് വീഴുക, പിന്നെ അനങ്ങാൻ വിട്ടിട്ടില്ല എന്ന് പറയാം. അമ്മാതിരി കളിയായിരുന്നു. അപ്പോൾ ആസ്റ്റൺ വില്ല ഈ സീസണിൽ എവിടെ എത്തുന്നു
നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ബോൺമൗത്ത് ആയിട്ടായിരുന്നു. 2-1 മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് വിജയിക്കുകയുണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് എല്ലാവരും പ്രതീക്ഷിച്ചത് നല്ലൊരു പണി കിട്ടുന്നത്. എന്താ പറഞ്ഞാൽ ആഴ്സണലായിട്ട് 4-0 പരാജയപ്പെട്ടു കമ്മ്യൂണിറ്റി ഷീൽഡിൽ. പിന്നെ പുതിയ സൈനികൾ, പുതിയ കോച്ചിന്റെ അണ്ടറിൽ എന്തായിരിക്കും. പെപ്പ് പോയി അവിടെ നിന്ന്, മറസ്കായാണ് ഉള്ളത് അവിടെ. അപ്പൊ പെപ്പിന്റെ കീഴിൽ എന്തായിരുന്നു എന്നുള്ള സിറ്റി നമുക്ക് എല്ലാവർക്കും അതേപോലെ റോഡ്രി അവിടെ നിന്ന് വിട പറഞ്ഞു. അതേപോലെ ഒരുപാട് പേരെ ഇപ്രാവശ്യം സിറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സൈനികൾ എൻസോ ഫെർണാണ്ടസ്, അതേപോലെ തന്നെ മൊറോക്കന്റെ ആ ഒരു മുടിയനായ മിഡ്ഫീൽഡറിന്റെ പേര് പറഞ്ഞു. അപ്പൊ ചങ്ങായൊക്കെ വരുന്നുണ്ട് എന്നുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് സിറ്റി ഇനിയിപ്പോ ഈ ഒരു സീസണിൽ, കഴിഞ്ഞ സീസണിൽ ആകെ കിട്ടിയത് ഒരു ചെറിയ കപ്പ് മാത്രമാണ്. ബാക്കി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും എല്ലാം പോയി. ഇനിയിപ്പോ ബെർണാർഡോ സിൽവ ഇല്ല, അതേപോലെ റോഡ്രി ഇല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലാതെയാണ് ഇപ്പോൾ സിറ്റി കളിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ നിർണായകമാണ്. എന്താ പറയുക, കുറെ കാലങ്ങളായി അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോൾ വിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും. 14 ഷോട്ടുകളാണ് അവരെടുത്തിട്ടുള്ള, അതിൽ 6 ഓൺ ടാർഗറ്റ് ലീഗ്. അപ്പോൾ അവിടെ 5 ഷോട്ടുകൾ എടുത്തിട്ടുള്ള, അതിൽ ബോൺമൗത്ത് 4 ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ലീഗ് ആയിരുന്നു. 66% പൊസിഷൻ ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 34% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. 608 പാസുകൾ സിറ്റി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 338 പാസുകളാണ് അവിടെ ബോൺമൗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 92% പാസിംഗ് കുറച്ച് ഉണ്ടായിരുന്നു. ബോൺമൗത്ത് ആയിക്കോട്ടെ 82%. 11 ഫോൾ 2 ടീമാണ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 കോർണേഴ്സ് ആണ് സിറ്റിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ അവിടെ നോക്കുകയാണെങ്കിൽ 3 കോർണേഴ്സ് ആണ്. അപ്പോൾ സിറ്റിയുടെ ഈ സീസണിൽ എന്തായിരിക്കും പുതിയ കോച്ചിന്റെ കീഴിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ തെളിയിക്കണം. ഒരു ക്ലബിൽ നിന്ന് മാറി പുതിയൊരു ക്ലബിലേക്ക് വരും. അതേപോലെ പെപ്പ് ഭരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് സിറ്റി മാഞ്ചസ്റ്റർ. അപ്പോൾ അതിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളത് ഈ സീസണോട് കാണിക്കാൻ പറ്റിയിരിക്കും ആൾക്ക് ഈ സീസണോടുകൂടി ആ ക്ലബ് വിടേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. അടുത്ത മത്സരമാണ് ഏറ്റവും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഏറ്റവും കിടിലൻ മത്സരം എന്ന് പറഞ്ഞാൽ ന്യൂകാസ്റ്റൽ വിസസ് ലിവർപൂൾ. എന്റെ പൊന്നോ, എന്താ കളി! ന്യൂകാസ്റ്റൽ തുടങ്ങിയപ്പോൾ ഗംഭീര കളി, പിന്നെ രണ്ട് ടീമുകളും 2-2 സമനില പിരിയാണ്. രണ്ടും ഗംഭീര കളിയാണ്. പക്ഷെ ഒരു പിട്ടി മുന്നിൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ ലിവർപൂളിന്റെ ആ ഒരു ഡിഫൻസിനെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ന്യൂകാസ്റ്റൽ. കളിയിൽ രണ്ട് ടീമും അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു. അങ്ങനെ 2-2 സമനില. ഈ ഒരു ഒന്നാം റൗണ്ടിൽ ഏറ്റവും ഈ ഒന്നാം റൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആകെ ഒരേ ഒരു സമനില. അതായിരുന്നു ഈ ഒരു കളി ഗംഭീര കളിയായിരുന്നു. സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 12 ഷോട്ടുകളാണ് ന്യൂകാസ്റ്റൽ എടുത്താൽ 5 മോൺ ടാർഗറ്റ് ആയപ്പോൾ 25 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ലിവർപൂൾ. അതിൽ 6 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് എന്നുള്ള കാര്യമാണ്. 40% വാൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ ന്യൂകാസ്റ്റലിന്റെ ഭാഗത്ത്. ലിവർപൂൾ ആണെങ്കിൽ 60% വാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 263 പാസുകൾ മാത്രം ന്യൂകാസ്റ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 393 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 77% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ 86% ലിവർപൂളിന്റെ ഭാഗത്ത് പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 15 ഫോൾ 2 ടീമുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 യെല്ലോ കാർഡും 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോർണേഴ്സ് നോക്കി കഴിഞ്ഞാൽ 2 ന്യൂകാസ്റ്റലിന് കിട്ടിയത്, 6 ലിവർപൂൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗാക്പോക്കിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു. വെരാൻഡി ബോക്സിനെ എത്ര പുറകിൽ വെച്ചിട്ട് കിട്ടി. അതേപോലെ തന്നെ ന്യൂകാസ്റ്റലിന്റെ ഗോൾ കീപ്പറിന്റെ കാര്യം എടുത്ത് പറയേണ്ട, ഗംഭീര സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചങ്ങായി തന്നെയായിരുന്നു. ന്യൂകാസ്റ്റലിന്റെ ആ രക്ഷകനായിരുന്നു. അതേപോലെ തന്നെ ന്യൂകാസ്റ്റലിന് 2 ഗോളുകൾ അടിച്ചു. ആകെ ആ ഒരു കളിക്ക് വൈബ് ഉണ്ടാക്കിയത്. എന്തായാലും ലിവർപൂള് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ സീസണിൽ, അതേപോലെ അത് ഒരു മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇനി പുതിയ സൈന്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇനി ആ ഒരു ടീമിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന അജണ്ട എന്ന് അവരുടെ മാനേജ്മെന്റിനും അവരുടെ കോച്ചിനും അവരുടെ പ്ലേയേഴ്സിനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സീസണിൽ ലിവർപൂൾ തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ലിവർപൂൾ ആരാധകരുണ്ടെന്ന് അറിയാം. അപ്പോൾ കാത്തിരിക്കാൻ ലിവർപൂളിന്റെ മുന്നോട്ടുള്ള എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നാം റൗണ്ടിൽ ഏറ്റവും അവസാനം നടന്ന മത്സരമാണ് ഫുൾഹാം വിസസ് ചെൽസി. ഫുൾഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്ന മത്സരത്തിൽ ഗംഭീര മത്സരമായിരുന്നു. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒന്നാം റൗണ്ടിലെ ഏറ്റവും ടോപ്പ് മത്സരം എന്ന് പറയാം. ചെൽസി 3-2 വിജയിച്ചു. ഈ ഒരു മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 റയൽ മഡ്രിഡിന്റെ പഴയ കോച്ചുകൾ തമ്മിൽ ഓപ്പോസിറ്റ് വന്നപ്പോൾ അതിൽ സാവി അലോൺസോയ്ക്കായിരുന്നു വിജയം. അർബലോവയും അതേപോലെ തന്നെ സാവിയും 2 ടീമുകളെ, ചെൽസിയുടെ പുതിയ മാനേജറായിട്ട് അത് ഫുൾഹാമിന്റെ പുതിയ മാനേജറായിട്ട് അർബലോവയും വന്നപ്പോൾ കളി എന്തായാലും ആ ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. 2 മാനേജർമാർക്കും അവർ 3-2 എന്തായാലും തീപ്പൊരു പോരാട്ടമായിരുന്നു. 2 ടീമുകൾ, അതേപോലെ ഗോളുകളൊക്കെ കിടിലൻ ഗോളുകളായിരുന്നു. എനിക്ക് പറയാനുള്ളത് സാഞ്ചസിന്റെ ഒരു കാര്യം. സാഞ്ചസിന്റെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഗോൾ മിസ് ചെയ്യൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സേവ് ചെയ്യേണ്ട ഗോൾ മിസ്സാക്കുന്ന കണ്ടല്ലോ, ലോങ് റേഞ്ച് ഷോട്ട്. അപ്പൊ ഈ ചങ്ങായം വെച്ചിട്ട് ചെൽസി എത്രമാത്രം യൂറോപ്പിൽ എന്തൊക്കെ കാണിക്കാം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ചെൽസി ആരാധകർക്കുണ്ട്. പക്ഷെ ചെൽസി അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പോ എന്തായാലും ചെൽസിയുടെ പുതിയൊരു സീസണാണ്. അത് പുതിയ ഒരു എന്താ പറയുക, കുറെ താരങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. കുറെ ഏജ്ഡ് ആയിട്ടുള്ള താരങ്ങളെ സാവി കൊണ്ടുവന്നിട്ടുണ്ട്. സാവിയുടെ പ്രായമുള്ള ആൾക്കാരെ പോലെയുള്ള ആൾക്കാരെയൊക്കെയാണ് സൈനിങ്ങിൽ പുതിയതായി കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എൻസോ ഫെർണാണ്ടസ് അവിടെ നിന്ന് വിട്ടുപോകുമെന്ന് പറയുന്നുണ്ട്.
എന്തൊക്കെയായാലും ചെൽസി ഫുൾഹാമായിട്ടുള്ള ഒരു കിടിലൻ മത്സരം കാണാൻ പറ്റി. നമ്മുടെ കോച്ചുകൾ റയൽ മാഡ്രിഡിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാറ്റ്സുകൾക്കും വളരെയധികം സാമ്യമുണ്ട്. 14 ഷോട്ടുകളാണ് രണ്ട് ടീമുകളും ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളത്. അതിൽ ഓൺ ടാർഗറ്റ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ടീമുകൾ 6 ടാർഗറ്റ് ഓൺ ടാർഗറ്റ് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 61% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു ഫുൾഹാമിന്റെ ഭാഗത്ത്, 31% ചെൽസിയുടെ ഭാഗത്ത് ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 596 പാസുകൾ ഫുൾഹാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 381 പാസുകളാണ് ചെൽസി കംപ്ലീറ്റ് ചെയ്തത്. 90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു, 81% പാസിംഗ് അക്യുറസി ചെൽസിയുടെ ഭാഗത്തുണ്ടായിരുന്നു. 12 ഫോളുകളും ചെൽസി നോക്കിക്കഴിഞ്ഞാൽ 7 ഫോളുകൾ കംപ്ലീറ്റ് ചെയ്തു. 2 യെല്ലോ കാർഡും ചെൽസിക്ക് 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്. 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ഇവിടെ 4 കോർണേഴ്സാണ് വിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഷാവിക്കും ഹർബലോവയ്ക്കൊക്കെ പുതിയൊരു അധ്യായമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. എന്താണ് സ്പാനിഷ് ലീഗിൽ പരിശീലിച്ച ഒരു കോച്ചുമാരാണ് ഇവർ രണ്ടാൾക്കാരും. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതേപോലെ ഇവർ റയൽ മാഡ്രിഡിൽ ഉണ്ടാക്കിയ ആ ഒരു ഓളവും അതേപോലെ തന്നെ അവിടെ നിന്നുള്ള സാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിന് മറുപടി കൊടുക്കാനും തെളിയിക്കാനുമുള്ള ഒരു കിടില അവസരമാണ്. അപ്പോൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം ചൂടാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയാണ്, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത 2 റൗണ്ട് മത്സരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.